വിമല കോളേജ് ഇൻഡോർ സ്റ്റേഡിയം, വിമല കോളേജ് റോഡ്. ഇതാണ് പ്ലോട്ട്. ആ സ്കൂട്ടർ ഇങ്ങനെയുണ്ടല്ലോ ഓല, അതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഫോർ സെയിൽ. ഇവിടെ ഫോംസ് വില്ലാസ് ഇവിടെ ആയിട്ടുണ്ടായിരുന്നു. ഫോംസ് വില്ലാസ് ഇത് 35 സെൻറ്റാണ് മൊത്തം. അതിൽ 2.5 സെൻറ്റ് വഴി കോമൺ ആയിട്ട് ഇട്ടുണ്ട്. 5 സെൻറ്റ് വഴിക്ക് 2.5 സെൻറ്റ് വെച്ചിട്ട് 35 സെൻറ്റിലെ പ്ലോട്ടാണ്. 20 കോടി പറയും, അല്ല 20 ലക്ഷം പറയും സെൻറ്റിന്. അപ്പോൾ ഒരു 20 ലക്ഷം ഇൻറ്റു 35 അല്ലെങ്കിൽ അടിച്ച് വെച്ചിട്ടുള്ള റേറ്റ് വരും. അപ്പോൾ അങ്ങനെയുള്ള പാർട്ടീസ് വിളിച്ചാൽ മതി. അപ്പോൾ അതിന് ബഡ്ജറ്റുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. ഒരു സെൻറ്റിന് 20 ലക്ഷം ബഡ്ജറ്റുള്ളവർക്ക് മാത്രം ഈ സ്ഥലം കോണ്ടാക്ട് ചെയ്യാം. ഇതാണ് ഫോംസ്. ഇവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഉണ്ട്. ഇവിടെ ടയർ പഞ്ചർ അടിക്കുന്ന സ്ഥലം. ഫോംസ് വില്ലാസ്. ഫോംസ് വില്ലാസ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പിലായി ഓപ്പോസിറ്റ് സൈഡ് എൻട്രി ഫോംസ് വില്ലാസ്. ഫോംസ് വില്ലാസ് ഉണ്ട്. ഫോംസ് വില്ലാസ് ഇവിടെ എത്ര വീട് ഇല്ല, എത്ര വില്ലാസ് ഉണ്ട് ഇതിൽ? എത്ര ആകെ വില്ലാസ് എത്ര? 11 അല്ല. ഫോംസ് വർഗീസ് അല്ലേ അത്? ഫോംസ് എഞ്ചിനീയർ വർഗീസ് അല്ലേ? അതറിയില്ല. ഇവിടെ റിസോർട്ടിൻ്റെ ആൾ എവിടെ താമസിക്കുന്നത്? റിസോർട്ട് തോയ്ക്കാവിൽ റിസോർട്ടുള്ള ഇവിടെ AC-യുടെ ഒക്കെ സൈസ് ഇല്ലല്ലേ? വീട് ഫോംസ് വില്ല 31 വില്ലാസ് അതിലുണ്ട്. ഇവിടെ ഒരു ഫോട്ടോസ്റ്റാറ്റ് ഇമേജിങ് സ്ഥലം ഫോർ മലയാളം ഇംഗ്ലീഷ് ഉണ്ട്. ഇതാണ് സ്ഥലം. ലാൻഡ് ഫോർ സെയിൽ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എല്ലാ വിവരങ്ങളും കിട്ടും. അത്യാവശ്യം ബഡ്ജറ്റുള്ളവർ മാത്രം വിളിച്ചാൽ മതി. ബ്രോക്കർമാർ അത് വിളിക്കേണ്ട ആവശ്യമില്ല. അത് നേരത്തെ തന്നെ പറയാണ്. നമുക്ക് ഇങ്ങനെ വിൽക്കണമെന്നുള്ള പാർട്ടീസല്ല. അങ്ങനെ വേണമെങ്കിൽ വെക്കാമെന്നുള്ള നിലപാടിലുള്ളവരാണ്. അതുകൊണ്ട് ബ്രോക്കർമാരെ ചവിട്ടണ്ട, മനസ്സിലായ? ഇതാണ് എൻ്റെ ഉടമസ്ഥൻ്റെ പേര്. കോണ്ടാക്റ്റിങ്. ഇതിങ്ങനെ വരുമ്പോൾ തേക്കൊരു 5-10 ഉണ്ട്. 50 ഇഞ്ച് 60 ഇഞ്ചിൻ്റെ ഒക്കെ ഉണ്ട്. ഇതാണ് സ്ട്രീറ്റ്. കോമൺ ആയിട്ടുള്ള വഴിയാണ്. 2 പ്ലോട്ടിലും കൂടിയിട്ട് സെൻറ്ററിൽ വഴി 5 മീറ്റർ വഴി. ഒരു 2.5 സെൻറ്റ് അതിൽ നിന്ന് എടുത്തു. ഇതിൽ നിന്ന് 2.5 സെൻറ്റ് എടുത്തു. അങ്ങനെ വഴി ബാക്ക് വരെ ഇട്ടുണ്ട്. ഇവിടെ വരെ ആ കുളമ്പ് മാവ് നിൽക്കുന്നത് ഈ ബൗണ്ടറിയിൽ വരും. പുറത്ത് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൾ ആൻഡ് ഡയറക്ടറുടെ വീടാണ്. സൗഹൃദ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടറായിരുന്നു. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രിൻസിപ്പളായിട്ട് റിട്ടയർ ചെയ്ത്. ഗണിച്ചായ് ഹൗസ്. ഇങ്ങനെ ബൗണ്ടറി വന്നിട്ട് ഈ പോസ്റ്റ് ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് ആറ്റാൻ വരെ മതിലുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഈ ഫ്രണ്ട് ഏരിയയേക്കാളും കൂടുതൽ ഒരു 75 ആണെങ്കിൽ അവിടെ ഒരു 90 ഫീറ്റിൽ മേലെയുണ്ട്. അങ്ങനെ ഇങ്ങനെ ബാക്ക് സൈഡ് മതിൽ വിമല കോളേജിൻ്റെയാണ്. അത് സിമെൻറ്റ് മതിലിട്ടാണ്. മറ്റൊരു കരിങ്കൽ മതിൽ നമ്മുടെ മേല. ഈ പ്ലോട്ട് നിൽക്കുന്ന മാവ് ഇതിൽ പെട്ടതാണ്. ഇതിൻ്റെ ബൗണ്ടറി വന്ന് ഇങ്ങനെ വരും. ഇതിൻ്റെ ഷെഡിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് അങ്ങോട്ട് ഒരു പ്ലോട്ട്. ഇതൊരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു 10 സെൻറ്റ് കൂടെ. പിന്നൊരു 12.5 സെൻറ്റ് 10 അങ്ങനെ 3 പ്ലോട്ടായിട്ടാണ് ഇതിൻ്റെ 4 പ്ലോട്ടായിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതിൻ്റെ ഡോക്യുമെൻറ്റ് അതെല്ലാം ക്ലിയറാണ്. അതിൽ വ്യവഹാര കേസോ ഷൂട്ടോ ഒന്നുമില്ലാത്ത പ്ലോട്ടാണ്. കാണം അല്ല, ജന്മ ഭൂമിയാണ്. വെറുമ്പാട്ടാണ്. പണ്ടാറോഗ വെറുമ്പാട്ടം ഭൂമിയിൽ വിട്ടതാണ്. അതുകൊണ്ട്
വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ദേവസ്വം വക എന്നല്ല, ക്ലിയർ ടൈറ്റിലാന്ന് മാത്രം. അവകാശികൾ അങ്ങനെ കേസുള്ള ഭൂമിയല്ല. ഇത് നേരത്തെ തന്നെ പറയണല്ലോ, എല്ലാം ക്ലിയറായിട്ട് പറയണം കാര്യങ്ങൾ. ഇത് മേടിക്കുന്നവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഭൂമിയിൽ. ടാക്സ് എല്ലാം ക്ലിയറാണ്, ഡോക്യുമെൻറ്റും ക്ലിയറാണ്. പിന്നെ അടിയാധാരം തന്നെ ഞങ്ങൾ ആലങ്ങാട്ട് അടിയാധാരമാണ്. അത് ആലങ്ങാട്ട് പറമ്പിൽ നിന്ന് വായിച്ച് കുറിച്ച് വന്നിട്ടുള്ളതാണ്. പണ്ടത്തെ ആലങ്ങാട്ട് പറമ്പായിരുന്നു. ഉടനോട്ട് അവിടെ വരെ നേറ്റം വരെ ഉണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബൗണ്ടറി. 75 അടി ഫ്രണ്ട്. ഇത് മെയിൻ റോഡ് ഒരു 65 അടി 70 അടി ഉണ്ടാവും. മെയിൻ റോഡ് 75 അടി ഉണ്ട്. നല്ല വീതിയുള്ള റോഡ് 4 കിലോമീറ്റർ തൃശ്ശൂർ കോർപ്പറേഷൻ റൗണ്ടിൽ നിന്ന് പൂരപ്പറമ്പ് വടക്കുന്നാഥിൽ നിന്ന് 4 കിലോമീറ്റർ ഓടിക്കുക. വടക്കുന്നാഥൻ ക്ഷേത്രത്തിൽ തൃശ്ശൂർ പൂരം നടത്തുന്നത് അവിടെ നിന്ന് 4 കിലോമീറ്റർ മാത്രം. എല്ലാം ക്ലിയറായി വിചാരിക്കണം. ഇത് ഒന്നുകൂടി നമ്പർ നോട്ട് ചെയ്ത് നമുക്ക് സെയിൽ കിട്ടണം. ആവശ്യക്കാർ മാത്രം വിളിക്കുക. ഓക്കെ, സീ യു, ബൈ.